ഹായ് സുഹൃത്തുക്കളെ, ഞാനൊരു പുതിയ ചാനൽ ആരംഭിച്ചതാണ്. ആ പുതിയ ചാനൽ ആരംഭിച്ചപ്പോൾ ഒരു പുതിയ കാര്യം, മറ്റാരും പറയാത്ത ഒരു കാര്യം പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ആ പുതിയ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഒരു സാരി ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ, ഒരു നോർമൽ ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞാൽ അതിന് പിന്നീട് ഇറക്കം കൂട്ടണം എന്ന് വിചാരിച്ചാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇറക്കം കൂട്ടാൻ പറ്റിയെന്ന് വരത്തില്ല. എന്നാൽ ഒരു സാരി ബ്ലൗസ് തച്ചതിന് ശേഷം അതിന് പിന്നീട് ഇറക്കം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ അത് ബ്ലൗസ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ക്രമീകരിക്കേണ്ട കാര്യമുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഒന്നുകൂടെ പറയാം. സാരി ബ്ലൗസ് തച്ചതിന് ശേഷം നമുക്ക് പിന്നീട് കുറച്ചിറക്കം കൂടി കൂട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ക്രമീകരണം ചെയ്യണം. അപ്പോൾ അതെന്താണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥമായ ഒരു ബ്ലൗസിൻ്റെ തുണിയല്ല. ഇത് ഞാൻ ലൈനിങ് പീസ് വാങ്ങിച്ചേക്കുവാണ്. ഇത് ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലൈനിങ് തുണി വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൈനിങ് തുണിയുടെ 2 ഫോൾഡാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എപ്പോഴും ബ്ലൗസിന് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ്. അത് 2 മടക്കായിട്ടാണ് തുണി ഇങ്ങനെ ഇടുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതിനുശേഷം നമ്മളിതിനെ അടിവശം, അതായത് തുണി മുറിച്ചത് നേരെ അല്ലെങ്കിൽ ഒന്ന് നേരെയാക്കാൻ വേണ്ടി നമ്മൾ ഒരു ലൈൻ ആദ്യം വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ സാധാരണ ബ്ലൗസ് ബാക്കി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് മാർക്ക് ചെയ്യും. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ബാക്ക് പീസിൻ്റെ അകത്തേക്ക് അടിച്ച് മറിച്ചിടാൻ വേണ്ടി നമ്മൾ മറ്റൊരു പീസ് വെച്ച് അടിക്കുമ്പോൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ 1/4 ഇഞ്ച് പോയിൻ്റ് തയ്യൽ തുമ്പ് നമ്മൾ അതിനു വേണ്ടി ഇടുന്നതാണ് ഈ സാധാരണ നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഇതിന് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് ഈ 1/4 ഇഞ്ചും പോയിൻറ്റും അല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്, മറിച്ച് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് മാർക്ക് ചെയ്താൽ നമുക്ക് ഈ ബ്ലൗസ് തച്ചതിന് ശേഷം പിന്നീട് നമുക്കിതിന് 1.5 ഇഞ്ച് വരെ വീണ്ടും ഇറക്കം കൂട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെയായിട്ട് 1/4 ഇഞ്ചിൽ ഒരു ലൈൻ കൂടി ഇടണം. 1/4 ഇഞ്ചിൽ ഒരു ലൈൻ കൂടി. ഇത് യഥാർത്ഥത്തിൽ അളവെടുത്ത് തയ്ക്കുന്ന ബ്ലൗസ് അല്ലാത്തത് കൊണ്ട് ഞാൻ ഏകദേശം ഒരു സാങ്കല്പികമായ ഒരളവ് വെച്ച് ഞാൻ ഇതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം അളവ് ഉപയോഗിക്കുന്നതാണ്. യഥാർത്ഥ ബ്ലൗസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറയുന്നത്. അത് ഈ ബാക്ക് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി. അതായത് പിന്നീട് ഇറക്കം കൂട്ടണമെങ്കിൽ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഒരു ഏകദേശ കണക്ക് വെച്ച് ഈ ബ്ലൗസിൻ്റെ ഇറക്കം 13.5 ഇഞ്ചാണ്. അപ്പോൾ 13.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ടേപ്പ് ഇങ്ങനെ വെച്ചേക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഞാൻ വേറെ 2 അളവ് കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഇതിൻ്റെ കൈക്കുഴിയാണ്. ഇതിൻ്റെ കൈക്കുഴി 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അടുത്ത അളവ് ഇതിൻ്റെ ബാക്കിലെ കഴുത്താണ്. ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം 6.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരളവിൽ ഞാൻ 3 അളവ് മാർക്ക് ചെയ്തു. ഒന്ന് ഷോൾഡർ മാർക്ക് ചെയ്തു, പിന്നെ കൈക്കുഴി മാർക്ക് ചെയ്തു, പിന്നെ കഴുത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 3 മാർക്കുകളും ഞാനൊന്ന് നേരെ വരയ്ക്കാം.
ഇത് കൈക്കുഴിയാണ്, ഇത് കഴുത്താണ്. ഇത് ഷോൾഡറാണ്, ഇത് കൈക്കുഴിയാണ്, ഇത് കഴുത്താണ്. അപ്പോൾ കൈക്കുഴി 5.5 ഇഞ്ച്, കഴുത്ത് 6.5 ഇഞ്ച്. അപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾഡർ 12.5 ഇഞ്ചാണ്. 12.5 ഇഞ്ചിൻ്റെ പകുതി 6.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ ബ്ലൗസിൻ്റെ പുറകുവശത്തെ കഴുത്തിന് 6 ഇഞ്ച് വീതി വേണം. 6 ഇഞ്ച് വീതിക്ക് ഇതിൻ്റെ പകുതി 3 ഇഞ്ചാണ്. അപ്പോൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തയ്ച്ചു വരുമ്പോൾ അത് 3.25 ഇഞ്ചായി പോകും. അതുകൊണ്ട് 4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ച് ഞാൻ കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു. അത് താഴെ മാർക്ക് ചെയ്തു. അപ്പോൾ 12.5 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി 6.25 ഇഞ്ച് അത് ഞാൻ താഴെയും മാർക്ക് ചെയ്തു. എന്നിട്ട് കൈക്കുഴിയുടെ ലൈൻ നേരെ വരച്ചു, കഴുത്തിൻ്റെ ലൈനും നേരെ വരച്ചു. അപ്പോൾ ഇതിലൊരു കാര്യം, ഞാൻ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇറക്കത്തിൻ്റെ അളവ് കഴിഞ്ഞിട്ട് അതിന് മുകളിലാണ് ചിലർ തയ്യൽ തുമ്പിടുന്നത്. എന്നാൽ ഞാൻ ഈ ഇറക്കത്തിൽ തയ്യൽ തുമ്പ് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബ്ലൗസിൻ്റെ ഇറക്കം അളന്ന ആ അളവിനുള്ളിൽ തയ്യൽ തുമ്പുണ്ട് എന്നുള്ളതാണ് ഞാൻ കട്ട് ചെയ്യുന്ന രീതി. അതാണ്. അതുകൊണ്ട് കഴുത്തിൻ്റെ വീതിക്ക് വേണ്ടി ഞാൻ മാർക്ക് ചെയ്തപ്പോൾ പകുതിയിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചു. എന്നാൽ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തപ്പോൾ ഞാൻ 4 ഇഞ്ച് കുറച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് 4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് അളക്കുമ്പോൾ 6.25 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ തയ്യൽ തുമ്പ് ഇറക്കത്തിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴുത്തളന്നപ്പോൾ 6.5 ഇഞ്ച് മുഴുവനും മാർക്ക് ചെയ്തത്. അല്ല, തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യുമ്പോൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ തയ്യൽ തുമ്പ് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്യാത്തത് കൊണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഞാൻ എത്രയാണോ അത്രയും തന്നെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 2 അളവ് കൂടി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഇതിൻ്റെ ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവെന്ന് പറയുന്നത് 36 ഇഞ്ച്. 36 ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ നേർപകുതി 18 ഇഞ്ച്, 18ൻ്റെ പകുതി 9 ഇഞ്ച്. അപ്പോൾ 9 ഇഞ്ച് കൈക്കുഴിയുടെ ആ ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം. അടുത്ത അളവെന്ന് പറയുന്നത് വേസ്റ്റ് അളവാണ്. വേസ്റ്റ് അളവ് 33 ഇഞ്ചാണ്. 33ൻ്റെ പകുതി 16.5 ഇഞ്ച്, 16.5യുടെ പകുതി 8.25 ഇഞ്ച്. അത് നമ്മൾ താഴേന്ന് 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത ലൈനിൽ 8.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യും. ഇനി നമ്മൾ തയ്യൽ തുമ്പ് നേരെ വരച്ച് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ബ്ലൗസ് തച്ചതിന് ശേഷം പിന്നീട് ഇറക്കം കൂട്ടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ ലൈൻ നമ്മൾ നേരെ വരയ്ക്കാതെ ഒരല്പം ചെരിച്ച് താഴേക്ക് വരയ്ക്കണം. ഒരല്പം ചെരിച്ച് താഴേക്ക് വരയ്ക്കണം. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്ത് കൈക്കുഴി മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ കൈക്കുഴി ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് കൈക്കുഴിയൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിനകത്ത് വിശദമായിട്ട് പറയുന്നില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബ്ലൗസ് തച്ചതിന് ശേഷം പിന്നീട് ഇറക്കം കൂട്ടേണ്ടി വന്നാൽ
അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമ്മൾ എങ്ങനെ അത് മുൻകൂർ ചെയ്യണം എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നത് കൊണ്ട് കൈക്കുഴി എങ്ങനെയാണ് വെട്ടേണ്ടതൊന്നും ഞാനിത് പറയുന്നില്ല. ഞാനിപ്പോൾ അതിനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കഴുത്തിന് ഞാനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. കഴുത്തിന് എങ്ങനെ വേണമെങ്കിൽ ഷേപ്പ് കൊടുക്കാം. ഇത് റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ഞാൻ കഴുത്തിനും ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. അപ്പോൾ കഴുത്തിന് ഷേപ്പ് കൊടുത്തു, കൈക്കുഴിക്കും ഷേപ്പ് കൊടുത്തു. അപ്പോൾ ഇനി ഇത് വെട്ടിയെടുത്താൽ മതി. അപ്പോൾ അളവ് ഞാൻ ഒന്നുകൂടി പറയാം. താഴെ നിന്ന് നമ്മൾ 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുന്നു. അതിൻ്റെ താഴെ നമ്മൾ 4 ഇഞ്ചിൽ ഒരു മാർക്ക് കൂടി കൊടുക്കണം. അതിനുശേഷം 2 ഇഞ്ച് മാർക്കിൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെ ബ്ലൗസിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ കഴുത്ത് ഇറക്കം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ പകുതി മുകളിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം കഴുത്തിൻ്റെ വീതി അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുന്നു. അത് താഴെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം കൈക്കുഴിയുടെ ലൈനിൽ നമ്മൾ ചെസ്റ്റിൻ്റെ 4/1 മാർക്ക് ചെയ്യണം. 1.25 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നു. താഴെ വേസ്റ്റ് വണ്ണം നമ്മൾ മാർക്ക് ചെയ്യുന്നു. അത് 33 ഇഞ്ചാണ്. അതിൻ്റെ 4/1 8.25 ഇഞ്ച്, 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇങ്ങനെയാണ് ബാക്കി പാർട്ട് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറക്കത്തിനുള്ളിൽ തയ്യൽ തുമ്പ് ഉള്ളത് കൊണ്ട് കഴുത്തിൻ്റെ ഇറക്കം 6.5 ഇഞ്ച് എന്നുള്ളത് 6.5 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്തു. അതിൽ നിന്ന് തയ്യൽ തുമ്പ് കുറച്ചില്ല. കാരണം ഇവിടെ തയ്യൽ തുമ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തയ്യൽ തുമ്പ് അഡീഷണൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 6.5 ഇഞ്ച് ഇറക്കം എന്നുള്ളത് 6.25 ഇഞ്ച് ഇറക്കം കൊടുത്താൽ മതി. തയ്യൽ തുമ്പ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് 6.5 ഇഞ്ച് എന്നുള്ളത് 6.5 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. താഴെ നമ്മൾ അല്പം ചെരിച്ച് വേണം കട്ട് ചെയ്യാൻ. ആ 2 ഇഞ്ചിൻ്റെ താഴെ നമ്മൾ മാർക്ക് ചെയ്ത ഈ 4 ഇഞ്ച് മാർക്ക് നമ്മളിങ്ങനെ അടയാളപ്പെടുത്തണം. അതുപോലെ ഈ മാർക്ക് നമ്മൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെയാണ് തയ്ച്ചതിന് ശേഷം സാരി ബ്ലൗസിന് ഇറക്കം കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പീസ് വെട്ടിയെടുക്കേണ്ടത് ഇങ്ങനെയാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് അടിച്ച് തയ്ച്ചു മറിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കട്ട് ചെയ്ത ബാക്കി പീസിൻ്റെ അടിവശം എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അത് നമ്മളിങ്ങനെ 2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തതിൻ്റെ താഴെ നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തായിരുന്നു. ആ 4 ഇഞ്ച് മാർക്കിൽ നമ്മൾ ഇങ്ങനെ തുണി മടക്കണം. അതിൻ്റെ അടിവശം നമ്മൾ കത്രിക കൊണ്ട് മാർക്ക് ചെയ്തായിരുന്ന ആ മാർക്ക് തമ്മിൽ ഇങ്ങനെ പിടിച്ചാൽ കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ബാക്കി വശം മടക്കാൻ പറ്റും.
അതിനുശേഷം നമ്മൾ ആദ്യം വരച്ച 2 ഇഞ്ച് മാർക്ക് ആ ലൈനിലൂടെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം ഇത് മറിച്ച് എടുത്തിട്ട് നമ്മളിതിൻ്റെ മേലെ പതിച്ചടിക്കണം. അതിന് ശേഷം നമ്മൾ 4 ഇഞ്ചിൽ നമ്മളിതിൻ്റെ തുമ്പ് മടക്കി അടിക്കുക. അതിനുശേഷം നാം ഇങ്ങനെ ഉള്ളിലോട്ടിങ്ങനെ വെച്ച് നമ്മൾ പിന്നെ സാധാരണ ബ്ലൗസിൻ്റെ ബാക്കി അടിച്ചു മറിക്കുന്നത് പോലെ തന്നെ നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ എമ്മിങ് ചെയ്ത് നമ്മളെടുക്കുകയാണ്. ഇനി നമ്മളിതിനെ സാധാരണ ബ്ലൗസിന് ചെയ്യണ പോലെ ഇങ്ങനെ ഹെമ്മിങ് ചെയ്യണം. അങ്ങനെ ഹെമ്മിങ് ചെയ്ത് നമ്മളിതിനെ ബ്ലൗസ് ഫുള്ളായിട്ട് തയ്ക്കുന്നു. പക്ഷെ പിന്നീട് നമുക്ക് ഇറക്കം കൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ നാം ഈ എമ്മിങ് അടിച്ച് കളഞ്ഞ് അതുപോലെ നമ്മൾ ഈ 4 ഇഞ്ച് വീതിയിൽ അടിച്ചിരിക്കുന്ന ഈ 2 സ്റ്റിച്ച് നമ്മൾ വിടിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇതിനകത്ത് 1.5 ഇഞ്ച് വരെ ഇറക്കം നമുക്ക് കൂട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സാധാരണ ബ്ലൗസിനെ പോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് മടക്കി എമ്മിങ് ചെയ്യുന്നു. പിന്നീട് ഇറക്കം കൂട്ടേണ്ടി വന്നാൽ ആ എമ്മിങ്ങും അഴിച്ച് കളഞ്ഞ് ഈ 4 ഇഞ്ച് വീതിയിൽ നമ്മൾ അടിച്ച ഈ പുറമേ അടിച്ച ഈ സ്റ്റിച്ചും ഉള്ളിലടിച്ച ഈ സ്റ്റിച്ചും ആ 2 സ്റ്റിച്ചും അഴിച്ച് കളഞ്ഞിട്ട് നമുക്ക് മറ്റൊരു പീസ് ഇവിടെ വെച്ച് ഉള്ളിലേക്ക് അടിച്ച് മുറിക്കാനും കഴിയും. അപ്പോൾ 1.5 ഇഞ്ച് വരെ ഇതിന് ഇറക്കം കൂട്ടിയെടുക്കാനും കഴിയും. ഇങ്ങനെയാണ് സാരി ബ്ലൗസ് തച്ചതിന് ശേഷം നമുക്ക് ഇറക്കം കൂട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ ബ്ലൗസിൻ്റെ ബാക്കി ഭാഗം കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട്, അതായത് ഇതിൻ്റെ കട്ടിങ് പടി എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ കണ്ടതിന് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.